Quasi Learning and myself, Ranjisha Krishna. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് IGNOUയുടെ അണ്ടറിൽ bcom ബാച്ചലർ ഓഫ് കോമേഴ്സ് പ്രോഗ്രാമിൽ വരുന്ന ബിസിനസ് ലോ എന്ന് പറയുന്ന സബ്ജക്റ്റിനെ കുറിച്ചാണ്. സോ ബിസിനസ് ലോ എന്ന് പറയുന്ന ഒരു കോഴ്സിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്, എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കാനുള്ളത് എന്ന് നമുക്കിവിടെ നോക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു ബിസിനസ് ലോ എന്ന് പറയുന്ന സബ്ജക്റ്റിലേക്ക് നമ്മൾ കടക്കുമ്പം ഇവിടെ നിങ്ങൾക്ക് മെയിനായിട്ട് പഠിക്കാനുള്ളത് 6 ബ്ലോക്ക് വരുന്നുണ്ട്. 6 ബ്ലോക്സ് ആണ് ടോട്ടലായിട്ട് വരുന്നത്. അതിൽ ഓരോ ബ്ലോക്കിൻ്റെ അണ്ടറിൽ കുറേ യൂണിറ്റ്സും വരുന്നുണ്ട്. അങ്ങനെ ടോട്ടൽ 23 യൂണിറ്റ്സ് ആണ് നിങ്ങൾക്ക് ഇവിടെ കവർ ചെയ്യാനുള്ളത്. അപ്പോൾ അതിൽ ഫസ്റ്റ് ബ്ലോക്കും സെക്കൻഡ് ബ്ലോക്കും നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് കോൺട്രാക്ട് ആക്റ്റിലാണ്. ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് എന്താണ്, അപ്പം ഈ ഒരു കോൺട്രാക്ട് നമ്മളൊരു കോൺട്രാക്റ്റിൽ സൈൻ ചെയ്യുമ്പം അതിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം, എന്താണ് ഒരു കോൺട്രാക്ട്, ഇങ്ങനെ തുടങ്ങിയ കോൺട്രാക്റ്റുമായി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഈ ഒരു ഫസ്റ്റ് 2 ബ്ലോക്കിൽ നിങ്ങൾ പഠിക്കുന്നുണ്ട്. സോ നമ്മുടെ ലോസ് ആണ് നമ്മൾ ആക്ച്വലി ഇവിടെ പഠിക്കുന്നത്. ബിസിനസ് ലോ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ നമ്മുടെ നാട്ടിൽ, അതായത് ഇന്ത്യയിൽ റീസെൻ്റ്ലി ഉള്ള ലോസ് ഏതൊക്കെയാണ്, ആ ലോസിൻ്റെ ഓരോ പ്രൊവിഷൻസ് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളാണ് ഈ ഒരു സബ്ജക്റ്റിൽ ഇൻ ടോട്ടൽ പഠിക്കുന്നത്. ഇനി നമ്മൾ ബ്ലോക്ക് 3ലേക്ക് പോവുകയാണെങ്കിൽ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് നമ്മൾ കോൺട്രാക്ട് ആക്ടിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് നമ്മൾ ബ്ലോക്ക് 3ലേക്ക് കടക്കുമ്പം അവിടെ നമുക്ക് വരുന്നത് സ്പെസിഫിക് കോൺട്രാക്ട്സ് ആണ്. അതും ഈ ആക്ച്വലി ഒരു കോൺട്രാക്ട് ആക്ടിൻ്റെ ഭാഗമായിട്ട് തന്നെ വരുന്നതാണ്. അവിടെ സ്പെസിഫിക് കോൺട്രാക്ട്സ് എന്ന് പറയുമ്പം കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി, കോൺട്രാക്ട് ഓഫ് ഇൻറ്റമിനിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് കോൺട്രാക്ട്സ് ഉണ്ട്. അതിൽ ഈ ഒരു കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി ആൻഡ് കോൺട്രാക്ട് ഓഫ് ഇൻറ്റമിനിറ്റി ആണ് സ്പെസിഫിക് കോൺട്രാക്ട്സ് ആയിട്ട് വരുന്നത്. സോ ഇതിൻ്റെ ഡീറ്റെയിൽസും എന്താണ് കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി, അതിലുള്ള പാർട്ടീസ് ആരൊക്കെ ആയിരിക്കാം, അതിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, എങ്ങനെയാണ് ഒരു കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി ഫോം ചെയ്യുന്നത്, അതേപോലെ തന്നെ കോൺട്രാക്ട് ഓഫ് ഇൻറ്റമിനിറ്റി എന്താണെന്നുള്ളതൊക്കെ നമ്മൾ ഈ ഒരു ബ്ലോക്കിലാണ് കവർ ചെയ്യുന്നത്. ഇനി നമ്മൾ ബ്ലോക്ക് 4ലേക്ക് പോയി കഴിഞ്ഞാലോ, ബ്ലോക്ക് 4ലേക്ക് നമ്മൾ കടക്കുമ്പോൾ നമുക്ക് അവിടെ കാണാൻ പറ്റുന്നത് പാർട്ട്ണർഷിപ്പിനെ കുറിച്ചാണ്. സോ പാർട്ട്ണർഷിപ്പ് ആക്ട് ഉണ്ട് നമ്മൾ ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള. പാർട്ട്ണർഷിപ്പ് ആക്ട് പ്രകാരം എന്താണ് ഒരു പാർട്ട്ണർഷിപ്പ്? പാർട്ട്ണർഷിപ്പ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലേ, അതായത് 2ൽ കൂടുതൽ ആൾക്കാർ ഒരുമിച്ച് ചേർന്ന് ഒരു ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അത് പാർട്ട്ണർഷിപ്പായിട്ട് അവർ സ്റ്റാർട്ട് ചെയ്യുമ്പം അവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ് നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ നിങ്ങൾ എന്തൊക്കെ നോക്കണം എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ഈ ഒരു ബ്ലോക്കിൽ കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ തന്നെ പാർട്ട്ണർഷിപ്പ് ആക്ട് ഉണ്ട്, അതേപോലെ തന്നെ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് ആക്ട് എന്ന് പറഞ്ഞുകൊണ്ട് റീസെൻ്റ് ആയിട്ട് 2008 വന്നിട്ടുള്ളൊരു ആക്റ്റും കൂടി ഈ ഒരു ബ്ലോക്കിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അടുത്തത് നമ്മൾ ബ്ലോക്ക് 5ലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ടിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് എന്ന് പറയുമ്പം, സെയിൽ ഓഫ് ഗുഡ്സ് എന്ന് തന്നെ പറയുമ്പോൾ നിങ്ങൾക്കറിയാം നമ്മൾ ഡേ ടു ഡേ ലൈഫുമായിട്ട് വളരെ കണക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അതൊക്കെ. അപ്പോൾ നമ്മളൊരു ഗുഡ്സിൻ്റെ സെയിൽ നടക്കുമ്പം അതൊരു കോൺട്രാക്ട് വഴിയാവുമ്പം അതിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഇപ്പോൾ ഒരു കോൺട്രാക്ട് ഓഫ് സെയിൽ എന്ന് പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ കുറേ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസും എന്താണ് കോൺട്രാക്ട് ഓഫ് സെയിൽ എന്നുള്ളതും അതിൻ്റെ ഡെഫിനിഷൻസും പിന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗുഡ്സ് നമുക്ക് അവൈലബിൾ ആണ്. ഇതുപോലെയുള്ള കുറേ ഈ ഒരു സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് പ്രകാരമുള്ള കുറേ പ്രൊവിഷൻസും കാര്യങ്ങളൊക്കെ ഇതിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ദെൻ ഫൈനലി നമ്മൾ എത്തുന്നത് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് ആക്ടിനെ പറ്റി പഠിക്കാനുള്ള ബ്ലോക്ക് 6ലാണ്. അപ്പോൾ ബ്ലോക്ക് 6ലേക്ക് വരുമ്പോൾ നമ്മൾ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് ആക്ടാണ് പഠിക്കുന്നത്. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ട് നമുക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ചെക്കാണ്. അപ്പോൾ ചെക്ക് പോലുള്ള പല നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സും ഉണ്ട്. ചെക്ക്, പ്രോമിസറി നോട്ട് അല്ലെങ്കിൽ ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുന്ന നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ട്. സോ ഈ ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ എങ്ങനെയാണ് യൂസ് ചെയ്യുക, എന്തൊക്കെയാണ് ഈ ഒരു ഇൻസ്ട്രുമെൻറ്റ്സിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് തുടങ്ങി ഈ ഒരു ഇൻസ്ട്രുമെൻറ്റ്സിൻ്റെ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സിൻ്റെ യൂസേജ് എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ഒരു ലെസണിൽ കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ട് എന്തൊക്കെ ലോസ് നമുക്ക് അവൈലബിൾ ആണോ അതൊക്കെ നമ്മളിവിടെ കവർ ചെയ്യുന്നുണ്ട്. സോ നമ്മൾ ഈ ഒരു സബ്ജക്റ്റിൻ്റെ ടോട്ടലായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ 6 ബ്ലോക്സ് നമുക്ക് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് ഓരോ ബ്ലോക്കിലും അണ്ടറിൽ വരുന്ന ഓരോ യൂണിറ്റ്സ് എടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു ടോട്ടൽ 23 യൂണിറ്റ്സ് ആണ് വരുന്നത്. അതിൽ ബ്ലോക്ക് 1ഉം ബ്ലോക്ക് 2ഉം ജനറൽ ലോ ഓഫ് കോൺട്രാക്റ്റിന് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അതിൽ ബ്ലോക്ക് 1ൽ വരുന്ന യൂണിറ്റ്സ് കൊടുത്തിട്ടുണ്ട്. എസെൻഷ്യൽസ് ഓഫ് എ കോൺട്രാക്ട്, ദെൻ ഓഫർ ആൻഡ് ആക്സെപ്റ്റൻസ്, കപ്പാസിറ്റി ഓഫ് പാർട്ടീസ്, ഫ്രീ കൺസെൻറ്റ് തുടങ്ങി ഈ ലെസൺസ് എല്ലാം തന്നെ, അതായത് കോൺട്രാക്ട് ആക്ടിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങളുടെ ബ്ലോക്ക് 1ലാണ് ഇൻക്ലൂഡഡ് ആയിരിക്കുന്നത്. ദെൻ ബ്ലോക്ക് 2ലേക്ക് വരുമ്പം ഈ ജനറൽ ലോ ഓഫ് കോൺട്രാക്ട് ആക്ടിൻ്റെ തന്നെ കണ്ടിന്യൂഷൻ ആണ് വരുന്നത്. അതിൽ കൺസിഡറേഷൻ ആൻഡ് ലീഗാലിറ്റി ഓഫ് ഒബ്ജക്റ്റ് ആണ് യൂണിറ്റ് 5. ദെൻ യൂണിറ്റ് 6 വോയിഡ് എഗ്രിമെൻറ്റ്സ് ആൻഡ് കണ്ടിൻജന്റ് കോൺട്രാക്ട്സ്. ദെൻ യൂണിറ്റ് 7 പെർഫോമൻസ് ആൻഡ് ഡിസ്റ്റൻസ്. ദെൻ യൂണിറ്റ് 8 റെമഡീസ് ഫോർ ബ്രീച്ച് ആൻഡ് ക്വാസി കോൺട്രാക്ട്സ്. ഇത്രയും കാര്യങ്ങൾ അവിടെ വരുന്നുണ്ട്. ദെൻ അതേപോലെ നമ്മൾ ബ്ലോക്ക് 3ലേക്ക് വരുമ്പോൾ നമുക്ക് അവിടെ 3 യൂണിറ്റ്സ് മാത്രമേ വരുന്നുള്ളൂ. അത് സ്പെസിഫിക് കോൺട്രാക്ട്സ് ആണ്, നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്തതാണ്. അതിൽ ഇൻറ്റമിനിറ്റി ആൻഡ് ഗ്യാരണ്ടി എന്താണെന്ന് നമ്മൾ നോക്കുന്നുണ്ട്. ബെയിൽമെൻറ്റ് ആൻഡ് പ്ലെഡ്ജ് എന്താണെന്ന് നമ്മൾ നോക്കുന്നുണ്ട്. അതായത് ഇപ്പം നമുക്കറിയാം പലപ്പോഴും നമ്മൾ പണയം വെക്കുക, നമ്മൾ ഗോൾഡ് പണയം വെക്കുക മുതലായ കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ കുറേ എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ്. സോ അതുമായിട്ടൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള ലോസ് ആണ് നമ്മളിവിടെ പറഞ്ഞു വരുന്നത്. ദെൻ കോൺട്രാക്ട് ഓഫ് ഏജൻസി വരുന്നതും ഇതേ ബ്ലോക്കിൽ തന്നെയാണ്. അങ്ങനെ യൂണിറ്റ് 11 വരെ നമ്മൾ ആ ഒരു ബ്ലോക്കോട് കൂടി കംപ്ലീറ്റ് ചെയ്യുന്നു.
ദെൻ ബ്ലോക്ക് 4ലേക്ക് പോകുമ്പോൾ നമ്മൾ കൂടുതലായിട്ടും പാർട്ട്ണർഷിപ്പിനെ പറ്റിയിട്ടാണ് പഠിക്കുന്നത്. പാർട്ട്ണർഷിപ്പ് ആക്ട് ആണ് പഠിക്കുന്നത്. അപ്പോൾ അതിൽ പാർട്ട്ണർഷിപ്പ് ആക്ടിൻ്റെ കാര്യങ്ങൾ തന്നെ യൂണിറ്റ് 12 to 14 പാർട്ട്ണർഷിപ്പ് ആക്ടിൻ്റെ കാര്യങ്ങളാണ്. അതിൻ്റെ ഡിസൊല്യൂഷൻ വരെ, അതായത് ഒരു പാർട്ട്ണർഷിപ്പ് എൻഡ് ചെയ്യുന്നത് വരെയുള്ള കാര്യങ്ങൾ നമ്മളവിടെ പറയുന്നുണ്ട്. ആൻഡ് ദെൻ അത് കഴിഞ്ഞിട്ട് യൂണിറ്റ് 15ലേക്ക് വരുമ്പോഴാണ് നമ്മൾ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് ആക്ട് ആയിട്ടുള്ള 2008 റീസെൻ്റ് ആയിട്ടുള്ള ഈ ഒരു ആക്ടിനെ പറ്റിയിട്ട് നമ്മൾ പഠിക്കുന്നത്. ദെൻ ബ്ലോക്ക് 5ലേക്ക് വരുമ്പോൾ നമ്മൾ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് ആണ് നോക്കുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, വളരെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു ആക്ടാണ് സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട്. സോ അതിൽ 16 to 19 വരെ ഈ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ടിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളെല്ലാം നോക്കുന്നത്. ആൻഡ് ദെൻ ഫൈനലി നമ്മൾ ബ്ലോക്ക് 6ലേക്ക് എത്തുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് ആക്ടിലേക്ക് വരുന്നു. അവിടെ നമ്മൾ 20 to 23 4 യൂണിറ്റ്സ് അവിടെ വരുന്നുണ്ട്. അതിൽ തന്നെ ഡിഫറെൻറ്റ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സിനെ പറ്റി പറഞ്ഞുകൊണ്ട് തന്നെ നമുക്കൊരു യൂണിറ്റ് വരുന്നുണ്ട്, യൂണിറ്റ് 21. അതിന് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞുകൊണ്ടുള്ളൊരു യൂണിറ്റാണ്. ദെൻ നെഗോഷിയേഷൻ എന്താണെന്നുള്ളത് പറഞ്ഞുകൊണ്ട് 22. ആൻഡ് ഫൈനലി നമ്മുടെ 23rd യൂണിറ്റിൽ നമ്മൾ ഇതിൻ്റെ ഡിസ്ചാർജ് ഓഫ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സിൻ്റെ കാര്യങ്ങൾ വരെ പറഞ്ഞിട്ട് അതിൻ്റെ കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് ആക്ട് നമ്മളവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ ഇഗ്നൗഡ് അണ്ടറിൽ ബികോം കംപ്ലീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് നിങ്ങൾക്ക് വേണ്ട റെഗുലർ ക്ലാസ്സും അതിനനുസരിച്ചുള്ള നോട്ട്സും എല്ലാം തന്നെ ഹൈക്വൈസ് ലേണിംഗ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഇപ്പം നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ഈ ഒരു സബ്ജക്റ്റിലാണെങ്കിൽ തന്നെ ഓരോ യൂണിറ്റ് വൈസ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് നോട്ട്സ് അവൈലബിൾ ആണ്. അതിന് വാല്യൂ ആഡഡ് നോട്ട്സ് ആയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എക്സാം റിലേറ്റഡ് ആയിട്ട് നിങ്ങളെ എക്സാം കോൺസെൻട്രേറ്റ് ചെയ്ത് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എക്സാം പീഡിയ എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് 10 ഇയേഴ്സിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ റെഫർ ചെയ്തിട്ട് അതിൻ്റെ അകത്ത് നിന്ന് നമ്മൾ ചൂസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു എക്സാം പീഡിയ എന്ന് പറഞ്ഞിട്ടൊരു മെറ്റീരിയൽ തരുന്നുണ്ട്. അതുപോലെ ഇതിന് വേണ്ട നിങ്ങൾക്ക് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള, നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എല്ലാ സപ്പോർട്ടും തരാനായിട്ടാണ് നമ്മൾ ഹൈക്വൈസ് ലേണിംഗ് ഇവിടെ ഉള്ളത്. സോ ഹൈക്വൈസ് ലേണിംഗിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്, ഹൈക്വൈസ് ലേണിംഗ് എന്ന് പറഞ്ഞിട്ട്. ഇനി നിങ്ങൾക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും ക്വയറീസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇവിടെ കമൻറ്റിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. താങ്ക് യു സോ മച്ച്.